ഹലോ ഗേസ്, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മളെ വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു കഷ്ണം മീൻ വെച്ചിട്ടുള്ള ഒരു ബിരിയാണി, ഒരു സിമ്പിൾ ബിരിയാണി. ഹലോ ഗേസ്, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഈ ഫിഷ് വെച്ചിട്ട് ഇതാക്കണം. ഈ ഫിഷ് വെച്ചിട്ടാണ്ട് ഒരു ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അധികം ചിലവ് കുറഞ്ഞ രീതിയിൽ, അധിക സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതെ, പിന്നെ കുറഞ്ഞ ചിലവിൽ നല്ല അതീവ രുചിയിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതൊക്കെ കൂടെ ഞാൻ പാൻ വെച്ചിരിക്കണം. പാൻ ചൂടായിട്ടോ അതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിൽ ഇട്ട് ഇനി ഇങ്ങനെ 1 by 1 ആയിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. മീനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തിങ്ങാണ്ട് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാകും. കുറച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്യില്ലേ, അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾ അങ്ങനെ മസാല കൂട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാന്നറിയാം, അതിൽ കുറച്ച് നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ട്, ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിങ്ങാണ്ട് ഇതാക്കട്ടെ. അങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മളെ ഫിഷ് ഉണ്ടല്ലോ നല്ലൊരു ഹാർഡായി നല്ലൊരു കട്ടിയിൽ ഇങ്ങനെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെ ബിരിയാണിക്കുള്ള മസാലയൊക്കെ കൂട്ടിട്ടോ. മസാല കൂട്ടിയതൊന്നും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നില്ല. മസാലയൊക്കെ പെട്ടെന്ന് എനിക്ക് അർജന്റായിട്ട് ഇങ്ങനെ ഓരോ പോവാനുള്ളതാണ്. അപ്പോൾ ഞാനത് രാവിലെ തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കും. രാവിലെ തന്നെ ചോറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കി വെച്ചാൽ ബിരിയാണി എന്താണെങ്കിലും വേണ്ടില്ല, റെഡിയാക്കി വെച്ചാൽ നമുക്ക് പോകുന്നവർക്ക് പോവുകയും ചെയ്യാൻ. ഇപ്പൊ ചോറിന്റെ റൈസ് ഇപ്പൊ ഞാൻ 3 നാഴിയാണ്, 1 കിലോ അല്ല. ഞങ്ങൾ ആദ്യം എന്താ വെക്കുക, ഈ ഒരു പാത്രത്തിന് 2 പാത്രവും വേണം. പിന്നെ ഒരു പിന്നിൽ നിറയാൻ മാറി ഒരു 3 പാത്രത്തിന്റെ അടുത്ത് ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയിരിക്കും. ഇപ്പൊ അത്രയൊന്നും വേണ്ട. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത്ര ഉണ്ടാക്കിയെന്ന് അറിയാം, കുറച്ച് ചോറ് ഉമ്മാക്കും കൊടുക്കണം. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര റൈസ് ഒന്നും വേണ്ട കേട്ടോ. ഞാൻ മീൻ ഫ്രൈ ചെയ്യണ കാണിച്ചു തരാത്ത മസാല കൂട്ടിയത് മാത്രം. മീൻക്കിലെ മസാല കൂട്ടി അത് ഞാൻ നല്ല അടിപൊളിയായിട്ട് വിശദീകരിച്ച് നല്ലൊരു അടിപൊളി റെസിപ്പി. ഈ മീനിൻ്റെ മസാല കൂട്ടി ഇതിൽ ഞാൻ ഉള്ളി ഇഞ്ചി പേസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ മൺചട്ടിയിലാട്ടോ ദമ്മിടുന്നത്. ഞാനേ ഇതൊന്ന് ഓഫ് ചെയ്യട്ടെ, അത് ചട്ടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. നമ്മളെ വീട്ടിൽ കുറച്ച് സാധനമാണെങ്കിൽ ആ സാധനം വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. ഈ പാത്രം നല്ല സുഖാട്ടോ. നമുക്ക് എന്ത് ഞാൻ പറയാം, പഴം വാട്ടാനാണെങ്കിലും ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാണ്ടല്ലോ, ഫിഷൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ നല്ലൊരു പാത്രമാണ്. ഇതിങ്ങനെ കുഴച്ച് എടുക്കട്ടെ. മസാല കൂട്ടണമൊക്കെ ഇപ്പോൾ നിങ്ങൾക്കറിയാം. പക്ഷെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്താ ഞാൻ ഇട്ടത് നിങ്ങൾക്കറിയില്ല, ഞാനത് കാണിച്ചിട്ടില്ല. അപ്പം ഞാൻ ഇതാക്കണേ, ഇനി നമുക്ക് ദമ്മിടാം കേട്ടോ. ദമ്മിടാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉള്ളിയും ഒക്കെ ഒന്ന് കാഷ്നട്ടും മുന്തിരി ഗ്രേപ്സ് ഒക്കെ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ. ഇതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് ഇടുമ്പോൾ അതിനപ്പം നെയ്യ് ഇട്ടുകൊണ്ട് ചെയ്യാന്നുള്ളൂ. അപ്പോൾ നമുക്ക് ദമ്മിടാം. അപ്പോൾ ദമ്മിടാൻ ഫസ്റ്റ് നമ്മളെന്താ കാണിക്കാറതാ, നമ്മൾ വാഴൻ്റെ ലീഫ് ഉണ്ടല്ലോ, ഇതിൻ്റെ കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പൊതിച്ചോറ് ഇതിൻ്റെ ചുവ ഉണ്ടല്ലോ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഈ വാഴയിലെ തന്നെ ഞാൻ ദമ്മിടുക. ആ ദമ്മിടുമ്പം ഇതിൻ്റെ ലീഫിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ എന്നിട്ട് ഇറങ്ങി വരും. അപ്പോൾ നമ്മളെ റൈസും തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഈ വാഴ ഇലണ്ടതുണ്ടല്ലോ, എത്ര പേരാണെന്നറിയാം, ഇതന്നെ നോക്കി നടക്കണവരുണ്ടെന്ന് അറിയാം. അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്ട്. അപ്പം ഞാൻ ഈ ദമ്മിടട്ടെ. അപ്പം നമ്മളെ റൈസ് ഇതിക്കാണ് തട്ടുകയാണേ, ഫുള്ളും ഇവിടെ തട്ടിയിട്ടിരിക്കണേ. ഇങ്ങനെ തട്ടി ഫുള്ളാക്കി നമ്മൾ ഇങ്ങോട്ട് ഇതിക്കാക്കി. ഇനി നമുക്ക് ഇതാക്കണേ നമ്മളെ ബിരിയാണി മസാല ഇതുണ്ടല്ലോ, ഇത് ഞാൻ ഉണ്ടാക്കി കേട്ടോ. അതിൻ്റെ നിങ്ങൾ കണ്ടാൽ വേറെ അറിയും. അതിൻ്റെ ഇതിലേക്ക് കണ്ടില്ലേ, ആ മസാല ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ചെറുതായിട്ട് തൂവി കൊടുക്കുക. ഇനി ഒരു ഇച്ചിരി മല്ലിച്ചപ്പ് പുതിന ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്യാം കേട്ടോ. അല്ലാതെ ഇങ്ങനെ ലെയർ ആയിങ്ങാണ്ട് ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒന്ന് കവർ ചെയ്യാം. ഇനി നമുക്കിത് ബാലൻസ് ചെയ്ത് വരുന്ന ഇതിലേക്കൊന്ന് തട്ടിയിടും. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ആ മല്ലിച്ചപ്പും പുതിനയും എല്ലാം ഒന്ന് കവർ ചെയ്തു നമ്മൾ.
ലീഫ് ഉണ്ടല്ലോ, മല്ലിച്ചപ്പും പുതിനൊക്കെ തട്ടിയ ഇതിൽ അരിഞ്ഞിട്ടത് കേട്ടോ, അത് ഇതേപോലെ തന്നെ ഒന്നിങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒപ്പം കവർ ചെയ്യും. ഇനി നമുക്ക് ദമ്മിട്ട് തന്നെ കേട്ടോ. ഇനി നമുക്ക് ഇതാക്കണേ ബിരിയാണി ഓപ്പൺ ചെയ്തിട്ടോ ദമ്പ് പൊട്ടിക്കാണ്. അപ്പോൾ കണ്ടോ അതിൻ്റെ ഇതൊക്കെ ലീഫ് അടിപൊളി ആയിട്ട് കേട്ടോ, നല്ല രസമല്ലേ? രസമുണ്ടോ സ്മെല്ല്? ഒരു ബിരിയാണിക്ക് എത്രയാണ്? 300 500? ഫിഷ് ബിരിയാണിക്ക് ഫിഷിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് പൈസ വേരിച്ചു. അപ്പൊ നല്ല അടിപൊളി ബിരിയാണിന്റെ ഇത് ഞങ്ങൾ ബാംഗ്ലൂര് ഡിമാർട്ടിൽ നിന്ന് വാങ്ങിയ കുപ്പിയാണ്. അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, അതൊക്കെ കുറെ റിവ്യൂ ചെയ്യാനുണ്ട്. കുറെ ബിരിയാണി നദിയിലാ ചോട്ട് ഇങ്ങോട്ട് കുത്തിയെടുക്കുക. ബിരിയാണിന്റെ ഇത് കണ്ടോ, അത് ഒഴിക്കണ്ടേ? അത് ഒഴിക്കാം. നമ്മുടെ ബിരിയാണി റൈസ് സൂപ്പർ. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന ഏതാ സിനിമ മനസ്സിലാക്കി കമന്റ് ചെയ്യും. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുവോ? അറിയില്ല. എന്താ മൊബൈൽ എത്താ? ഓക്കെ, ദീക്കട്ടെ നമ്മളെ ഇറങ്ങിക്കൊടുക്കിയത് ഇത് കണ്ടോ, ഇതാണ് ഈ വാഴൻ്റെ ഇത് വരിക ദീക്കണ്ട് ഇറങ്ങണതാ. ആ ഇറങ്ങണ ഗ്രേവി ഉണ്ടല്ലോ ദീക്ക്, അപ്പോഴാണ് ടേസ്റ്റ്. ഇനി അല്ലി പൊതിയണന്, അല്ലി പൊതിഞ്ഞ് വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. ഓപ്പൺ അപ്പൊ കഴിക്കണമെങ്കിൽ കഴിക്കണം. പൊതിയണോ? ഒരു ദിവസം നമുക്ക് പൊതിച്ചോറ് ഇതാക്കല്ലേ. പൊളി എപ്പോഴും വാഴൻ്റെ ഒക്കെ എന്താണ് പൊളി. കളയാൻ തോന്നൂലത്. അത് മൺചട്ടിൻ്റെ ഇതും ഉണ്ടാവും കേട്ടോ ഇതിന്, മനസ്സിലായി? മൺചട്ടി കേൾക്കുണ്ടൊരു ഞാൻ റൈസ് കട്ട് ഇത് വേറെ ഒരു ചട്ടിക്ക് മാറ്റണം കണ്ടോ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അടിപൊളിയിട്ടോ. ഇനി ഇത് മാറ്റി റൈസ് ഇതിലിട്ട ചമയില്ലേ. ഇതൊരു പാത്രത്തേക്ക് മാറ്റാം. മീന് ഇതിലേക്ക് മാറ്റാം. ഇതിൽ വെച്ച് കണ്ടിട്ട് ഇളക്കിയാൽ മതി. പിന്നെ ഇളക്കാനും ബുദ്ധിമുട്ടാണ്. എങ്ങനെയുണ്ട്? കഴിച്ചോ? ഇനി റൈസ് ഇതിലേക്ക് കൊട്ടുക. എന്താ പറയുക, ഇളക്കാൻ ഇതായിട്ടോ ഇതിലേക്ക് തന്നെ ഇട്ടത്. 2 പാത്രത്തേക്കൊന്നും അല്ലെങ്കിൽ ആക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ഒഴിക്കുമതേ ഇതിങ്ങനെ കുഴച്ച് മറിക്കുക. ഓയിൽ എന്താ അതിൽ നെയ്യ് ഞാൻ യൂസ് ആക്കിയിട്ടില്ല. നെയ്യ് ഇപ്പം യൂസ് ആക്കണേ ഇതാ ഇത്ര. ഇതിപ്പോൾ നെയ്യ് ഇല്ലാതെയും കഴിക്കാം. ഇതിൽ ഞാൻ നെയ്യ് ആക്കിയിട്ടില്ല. നെയ്യാക്കാതെ ഉള്ള ബിരിയാണിയാണ്. നെയ്യും കൂടി ഒഴിച്ചളി. ഞാൻ അത് ഒഴിക്കും, കുറച്ച് റിച്ച് ആയിക്കോട്ടെ. അല്ലാതെ എന്താ റിച്ചാണ്, എന്താ മുതലാളിമാരാണ് അല്ലേ. മേലിതായാണ്. ഇനി നമുക്ക് ഇതാക്കണേ നമ്മളെ അണ്ടിപ്പരിപ്പ് എന്താ മുന്തിരിയൊക്കെ ഇതാക്കി വെച്ചതൊന്ന് ഒഴിക്കുക. ബിരിയാണി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ചോറുണ്ടല്ലോ ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കണം, ഒട്ടാതെ ഇങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഒന്നും കണ്ടില്ല ചോറ് ഇഷ്ടം. ഇന്നലെ കഴിച്ച ചോറ് എന്താ? ഇന്നലെ കഴിച്ച ചോറ് രസമുണ്ടായിനി, ഭയങ്കര വർത്തിട്ടേനി. ആ പൈസക്ക് 2 ആൾക്ക് 3 ആൾക്ക് വേണ്ടിട്ടേനി. പക്ഷെ ഒരു വെള്ളം പീച്ച പോലെ വെള്ളം കൂടുതലേനി. മസാലയിലാ തോന്നുന്നത് വെള്ളം കൂടുതലേനി. അതുപോലെ റൈസ് ശരിക്കും വന്നിട്ടില്ലേനി തോന്നുന്നത്. നമ്മളെന്താ റൈസ് ഇങ്ങനെ ഒട്ടാതെ നമുക്ക് ഇതിൽ ഇങ്ങനെ ആയി കിട്ടണം അതല്ലേ. അപ്പൊ നമ്മളെ എന്താ വീഡിയോ ഒക്കെ എല്ലാവരും കാണുക. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോവുക കേട്ടോ. അപ്പൊ നമ്മളെ മൺചട്ടി തന്നെ നമ്മൾ ദമ്മിട്ട് അത് പൊട്ടിച്ചു. എന്നിട്ട് പിന്നെ അതിൽ തന്നെ ഇട്ടുങ്ങാണ്ട് നമ്മൾ റൈസ് അതിൽ തന്നെ വെച്ചു. ഇനി ഇതിന് കഴിക്കുക. ഇനിയിപ്പോൾ അതേപോലെ ഞാൻ നിങ്ങൾ പറഞ്ഞു വാഴൻ്റെ ഇലൻ്റെ ഭയങ്കരമായിട്ടുള്ള കുത്തലൊന്നും വരില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.
വാഴന്റെ ചിലവർക്ക് വാഴന്റെ എന്താ ആ സ്മെല്ല് വാസന ഇഷ്ടമില്ലാത്തവരുണ്ട്. പക്ഷെ അതൊന്നും എന്താ ഇതിൽ അങ്ങനെ അധികമായിട്ട് വരൂല കേട്ടോ. അത്ര അങ്ങോട്ട് കുത്തലോ ഇതാക്കലോ ഒരിക്കൽ ഇതൊന്നും ഇല്ല. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിക്കുക, ഇരിക്കുക. അപ്പൊ ഞാൻ പറയാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പൊ ഇത്ര ഉള്ളൂ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അധികം നമ്മളെ മസാല കൂട്ടിയപ്പോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇങ്ങനെ കൂട്ടിങ്ങാണ്ട് കുറേ ഒത്തിരി സാധനങ്ങൾ ഇട്ടുങ്ങാണ്ട് ഉണ്ടാക്കിയ ഒരു എന്താ ബിരിയാണി അല്ല കേട്ടോ. ഒരു കാര്യം കൂടിയോ, ഈ ഉള്ളി ഇഞ്ചി പേസ്റ്റ് ഇല്ലേ അതുപോലും ഇതിൽ യൂസ് ആക്കിയിട്ടില്ല. പക്ഷെ എന്നാലും എങ്ങനെ ഉണ്ട് ഇങ്ങനെ നമ്മള് ഇതിലൊക്കെ ഇങ്ങനെ ആക്കി എന്നിട്ട് ഇങ്ങനെ മറിച്ച് ഇങ്ങനെ വെക്കൂലേ, അങ്ങനെ വെച്ച് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്താ ചെയ്യാന്നറിയാം, ഞാൻ ഇതിൽ കുറച്ച് റൈസൊക്കെ ഇട്ടെന്നറിയാം. ഈ ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ കഴിക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിലിങ്ങനെ ഒക്കെ നിറച്ച് ഒരു മീൻ കഷ്ണാട്ടോ ഇട്ടത്. അതിൻ്റെ ഒരു ഇതാണ്, ഞാൻ കഴിക്കണ പോലെ തന്നെയാണ് ഞാൻ അതിലിട്ടത്. ഞാൻ ആ മീന് ഫുള്ളൊന്നും കഴിക്കൊന്നുമില്ല. ചിലപ്പോൾ കഴിക്കൂല, ചിലപ്പം കഴിക്കൂല. ചിലവൾക്ക് നന്നാവും, ചിലവൾക്ക് നന്നാവൂല അറിയില്ലേ, അതേപോലെ ഇതിലാക്കണേ. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്ത് ഇങ്ങനെ ഇങ്ങനെ തട്ട് തട്ടിയിട്ട് ഇതിങ്ങനെ കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ കൊടുക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ഫുഡ് ഉണ്ടാക്കിക്കാണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും നമ്മളെ കെട്ടിയന്മാർക്കാണെങ്കിലും ഇതല്ല നമ്മുടെ ആയിട്ടുള്ള സഹായിക്കാൻ ആർക്കാണെങ്കിലും നമുക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ സൈഡ് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. സൈഡായിട്ട് വരുന്നത് ഞാൻ പുളിയിഞ്ചി ഞാൻ കുറച്ച് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതൊരു സൈഡിൽ ഇങ്ങനെ വെക്കുക. പിന്നെ തൈര് വല്ലാതൊരു ഇഷ്ടമല്ല. അപ്പം തൈര് ഞാൻ അതിൽ വെക്കുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ കോമ്പിനേഷൻ ആക്കി വെക്കുന്നത്. അപ്പൊ പിന്നെ അതേപോലെ ഞാൻ എന്നോട് പറയാ, നമ്മളെ വീഡിയോയിൽ ഞാൻ പറയണേ, ആർക്കെങ്കിലും ഈ ഫുഡ് അതേമാതിരി ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ ആർക്കെങ്കിലും കുറച്ച് ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ നമുക്ക് കമന്റ് ചെയ്യേ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുള്ളവർക്ക് ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇതിൽ കൊടുക്കാം. ഫുഡ് നമ്മൾ ഇങ്ങനെ കുറച്ച് വെച്ച് കൊടുക്കൂലേ, അങ്ങനെ വെച്ച് കൊടുക്കാൻ നമ്മൾ റെഡിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഞാൻ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഇപ്പൊ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഞാൻ ഫുഡ്. എന്തെങ്കിലും ഇങ്ങനെ ചെറിയ സൽക്കാരങ്ങളോ ചെറിയ എന്തെങ്കിലും റിസപ്ഷനോ പെട്ടെന്ന് അങ്ങനെ നമ്മോട് മുൻകൂട്ടി പറയണം. ചിലവരെന്താ ചെയ്യുന്നത് അറിയാം, സാധനം നമ്മൾക്കിവിടെ കൊണ്ടുവന്ന് തരും. കൊണ്ടുവന്ന് തന്നിട്ട് നമ്മളത് ഉണ്ടാക്കിക്കാണ്ട് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലും അങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോവാ കേട്ടോ. ഫോൺ നമ്പർ ചിലപ്പോൾ ഞാൻ നമ്മുടെ ഈ വീഡിയോയിലൊന്ന് ആഡ് ചെയ്യാം.